നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് സന്തോഷ വാർത്ത. രാജ്യാന്തര യാത്രക്കാർക്കുള്ള കോവിഡ് നിബന്ധനകളിൽ സൗദി അറേബ്യ ഇളവുകൾ പ്രഖ്യാപിച്ചതോടെ കേരളത്തിൽ നിന്ന് ഇന്നു മുതൽ സൗദിയ എയർലൈൻസ് സർവീസ് നടത്തും. സൗദിയ വിമാനം SV3575 ഇന്ന് പുലർച്ചെ 395 യാത്രക്കാരുമായി കൊച്ചിയിൽ നിന്ന് ജിദ്ദയിലേക്ക് പുറപ്പെടും. സൗദിയ ഈ ആഴ്ച 3 സർവീസുകൾ നടത്തും. സൗദി വിമാനത്തിന് പുറമെ 21 രാജ്യാന്തര യാത്രാ സർവീസുകൾ ഇന്ന് കൊച്ചിയിൽ നിന്നുണ്ടാകും. വിവിധ വിമാന കമ്പനികളുമായി സിയാൽ ചർച്ച തുടങ്ങിയതായി മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് അറിയിച്ചു. അതേസമയം ഇന്ത്യയിലേക്ക് പോകുന്നവർ യാത്രയ്ക്ക് 72 മണിക്കൂറിനുള്ളിൽ RT-PCR പരിശോധന നടത്തി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണമെന്നുള്ള നിബന്ധനയിൽ പുനരാലോചന വേണമെന്ന ആവശ്യമുയരുന്നു. ഇതനുസരിച്ച് സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവർ ഇങ്ങനെ പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതിയാണ് യാത്ര. കോവിഡ് സൗദിയിൽ രൂക്ഷമായ സമയത്ത് ഇത് അനിവാര്യമായിരുന്നു. എന്നാൽ പ്രതിദിനം 300 കോവിഡ് കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന സൗദിയിൽ നിന്ന് ഇപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ RT-PCR ടെസ്റ്റ് നിർബന്ധം പറയുന്ന രീതിയിലാണ് വിമർശനം ഉയർന്നിട്ടുള്ളത്. ഇവിടെ നിന്ന് പോകുന്ന എല്ലാവരും 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കൈവരിച്ചവരാണ്. നാട്ടിലെ വിമാനത്താവളത്തിൽ വെച്ച് RT-PCR പരിശോധന നടത്തുന്നുണ്ട്. നെഗറ്റീവ് ഫലമുള്ളവർക്ക് ക്വാറന്റൈൻ സ്വീകരിക്കാനും ആവശ്യമായ ചികിത്സ തേടാനും ഇത് മതിയാകും. ചെറിയ വരുമാനക്കാരായ പ്രവാസികൾ 2-3 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിക്കുമ്പോൾ ടെസ്റ്റ് നടത്താൻ വേണ്ടി ചിലവാക്കേണ്ടി വരുന്നത് വലിയ തുക തന്നെയാണ്. കുടുംബങ്ങൾക്ക് അത് അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് വർദ്ധിക്കുന്നു. കുത്തിവെപ്പുകൾ സ്വീകരിച്ച് പ്രതിരോധശേഷി ആർജിച്ചവരെ ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ള അഭിപ്രായമാണുള്ളത്. പുതിയ വിമാന സർവീസുകൾ നിലവിൽ വരുമ്പോൾ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ കൈക്കൊള്ളണമെന്ന് ഇതുവരെ ചട്ടങ്ങളൊന്നും നിലവിൽ വന്നിട്ടില്ല. ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിൽ നിലവിൽ വന്ന വന്ദേ ഭാരത് വിമാനങ്ങളാണ് ഇന്ത്യയിലേക്ക് സർവീസ് നടത്തുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.